ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്ന് 6-ാം തീയതിയാണ് +2 എക്സാം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു റെഡിയാവാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ടൈമില്ല, അപ്പം നേരത്തെ എക്സാം ഹാളിൽ കയറണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു എക്സാം എല്ലാം ഇന്നത്തെ ഒരു ഫുൾ ഡേ നമ്മൾ ഇടാൻ പോവാണ് എന്തായാലും. അപ്പോൾ എന്തായാലും ഞാൻ പോയി പെട്ടെന്ന് റെഡി ആയിട്ടൊക്കെ വരാവേ. ഒട്ടും തന്നെ സമയമില്ല, നമുക്ക് എക്സാമിന് കയറണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിക്കുകയാണ്. ഇത് നമുക്ക് രാവിലെ ഉപ്പുമാവും പഴവുമായിരുന്നു ഗൈസ് കഴിക്കുള്ളൂ. തൊണ്ട കുറച്ച് അടഞ്ഞില്ലെങ്കിൽ കണ്ണിലെ നൈറ്റ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഉറക്കമുളച്ചുള്ള പഠിപ്പായിരുന്നു ഗൈസ്. ഓക്കെ, പിന്നെ നമുക്ക് പോകുന്ന കാണാം. ചായ അമ്മ നിക്ക് ഗൈസ്. അമ്മ നമുക്കിപ്പം താണ്ട് ബൂസ്റ്റ് ഇട്ട ചായ കൊണ്ടുപോയിട്ടുണ്ട്. ബൂസ്റ്റ് ഇട്ട് ചായ കുടിച്ചിട്ടാണ് ഗൈസ് +2 എക്സാം എഴുതാൻ പോകുന്നത്. നല്ല ടെൻഷൻ ഉണ്ട്. നിങ്ങളെല്ലാരും കാത്തിരുന്ന +2 എക്സാം ആണ് ഗൈസ്. ഉച്ചയ്ക്ക് കേട്ട് ഞാൻ റിവ്യൂ പറയാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നെങ്കില്? ഓക്കെ ഓക്കെ. പൊന്നു ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തോ? എല്ലാം എടുത്തതിന് മുമ്പ് കഴിഞ്ഞ ശരിയാ ഗൈസ്. ഞാൻ ഒരാളെ കൊണ്ടാക്കിയ എവിടാ സ്റ്റാൻഡിൽ കൊണ്ടാക്കിയപ്പോൾ ഒരാൾ പറയാം, എടാ ഞാൻ ഹോൾ ടിക്കറ്റ് എടുത്തിട്ടില്ലടാന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പിന്നെ പോയി ഹോൾ ടിക്കറ്റൊക്കെ എടുത്തോണ്ട് വന്ന് കൊടുത്തതാണ് ഗൈസ്. എല്ലാം നേരത്തെ പ്രിപ്പയർഡ് ആക്കി നമ്മൾ വെച്ചേക്കുക. അതെ ഗൈസ്, വണ്ടിയാണെങ്കിൽ നമ്മളിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം ഫാസ്റ്റാണ് ഗൈസ്. ഓക്കെ, ഇപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. നമുക്കകത്തേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ അകത്തേട്ട് പോവാണ്. ഇവിടെ എല്ലാം ഫുൾ ഇതിട്ടാണ് ഗൈസ്. ഓക്കെ, ചൂട്ട് എൻ്റെ പുറകെ വന്നിരുന്ന് എന്തെങ്ങാണ്ടൊക്കെ കിണിച്ചുകൊണ്ടങ്ങ് ഇരിക്കുമോ. പ്ലീസ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട്. അതിന് മുമ്പ് ഞാൻ എക്സാമിനെ പറ്റി പറയാം. എൻ്റെ എക്സാം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പാടെന്ന് വെച്ചാൽ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു രീതിയിലാണ് ഗൈസ് എഴുതിയേക്കുന്നത്. എന്താവെന്ന് അറിയത്തില്ല, എന്തായാലും റിസൾട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ നമ്മളെന്തായാലും. പിന്നെ നമ്മൾ അടുത്ത് എന്താണ് ചോട്ടു പ്ലാൻ? നമ്മൾ നല്ല വെയിലായത് കൊണ്ട് നമ്മളൊന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിരിക്കും. വെയിലടിക്കാനല്ല. പൊന്നു എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ നല്ല ചൂടാണ് ഗൈസ്. അപ്പൊ നമ്മള് കുറച്ച് നാരങ്ങ ഐസൊക്കെ മേടിച്ച് ലൈം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ടയർഡാണ് ഗൈസ്, നല്ല ടയർഡാ. പോകുന്ന വഴി കാണിക്കാൻ എനിക്കാണെങ്കിൽ എന്നോട് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഇന്നലെ രാത്രി 3 മണിക്കാണ്ടാ കിടന്നത്. പിന്നെ ബസ്സിൽ ഇരുന്ന് ഉറങ്ങി തൂങ്ങിയൊക്കെയാ വന്നത്. വെയിലൂടെ അടിച്ചപ്പോഴത്തേക്ക് ആ തളർന്ന് ഇനി വയ്യ പോവാൻ. പക്ഷെ നമുക്ക് നാരങ്ങ വേണം. നമ്മളിന് നേരെ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നാരങ്ങ ആൻഡ് ഐസ് മേടിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, ഭയങ്കര ചൂടാണ് ഗൈസ്. ഞാൻ ഇപ്പൊ മുഖമൊക്കെ കഴുകി നിൽക്കുവോ. ഓക്കെ, നമുക്ക് ലൈമൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? എക്സാം കുഴപ്പമില്ലായിരുന്നു. എന്താ പറയാ, അടിപൊളിയായിരുന്നു. ഫസ്റ്റ് എക്സാം ആയിരുന്നില്ലേ? അടുത്ത് ഇനി കെമിസ്ട്രി. അതിന് 3 ദിവസം കഴിഞ്ഞു. 3 ദിവസത്തെ ഇടവേളകളൊന്നും നമുക്ക് പഠിക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഗൈസ്, നല്ല വെയിലായതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എനിക്ക് വയ്യ, മടിയായി. എന്തായാലും ചോട്ട് പോയി സാധനം വാങ്ങിട്ട് വരട്ടെ. ഗൈസ് കണ്ടോ, ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. ഞങ്ങള് നേരെ ഞാൻ പോയി സാധനം വാങ്ങിക്കൊണ്ട് വരാം. അപ്പൊ ഇവിടെ കാണും. ഓക്കെ, ഇപ്പൊ ഗൈസ് ഞാൻ പോയി നാരങ്ങയും ഇതും വാങ്ങിക്കൊണ്ട് വന്നു ഗൈസ്. ഐസും വാങ്ങിക്കൊണ്ട് വന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഐസ് വാങ്ങിയില്ലെങ്കിലേ ഇന്നലത്തെ കുത്തിരിക്കേണ്ടി വരും. അപ്പൊ ഗൈസ് നമ്മള് നാരങ്ങ ഫുള്ള് എടുത്തിട്ടാണ് ഗൈസ് ഉണ്ടാക്കുന്നത് അല്ലേ? ഫുള്ള് എടുത്തിട്ട് ഫുള്ള് ഇതിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഗൈസ് അതിന്റെ പൾപ്പ് എടുക്കുന്നത്. അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിന്. അതെ അതെ. പിന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്.
പിന്നെ ബാക്കി നമ്മൾ ഫുൾ ഐസ് ഇടും, എന്നാല് നല്ല രീതിക്ക് തണുത്ത് കിട്ടത്തോളൂ. ഇപ്പൊ ഗൈസ് നമ്മള് നാരങ്ങ വെള്ളമിടാൻ പോവുകയാണ് ഗൈസ്. ഗ്രൈൻഡ് ചെയ്യട്ടെ. ചീറ്റിയൊക്കെ നമുക്ക് വേണ്ടി ഇതുപോലെ ഒരു ചാറ് കിട്ടേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതപ്പം നല്ലൊരു സൂപ്പറാണ്. മറ്റേ ഇതിന്റെ ഇതൊക്കെ കിട്ടും. ഏതിന്റെയാ? ലെമൺ. ഗൈസ് നാരങ്ങ നമ്മൾ ക്യൂസ് ചെയ്തെടുക്കുകയാണ് ഗൈസ്. ഫുള്ളായിട്ട് അങ്ങ് അടിച്ച് കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. നമ്മൾ ഷുഗറും സാൾട്ടും ആഡ് ചെയ്യുന്നുണ്ട്. അത് ഷുഗർ മാത്രം മതി നിനക്ക്? എനിക്ക് ഷുഗർ മാത്രം മതി. എനിക്ക് രണ്ടും കൂടെ ഇട്ട് കഴിയാനാണ് ഇഷ്ടം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ഐസ് എടുത്തിട്ടുണ്ട്. ഐസ് വാങ്ങിച്ചതാണ് ഗൈസ്. അപ്പോൾ ഈ ഐസ് തണുപ്പിച്ച് കുടിക്കുന്നതിന് പകരം ഫുൾ ഐസ് ഇടും. ഇതപ്പം ഇപ്പൊ കുടിക്കാം, ഇല്ലെങ്കിൽ പിന്നെ എത്ര നേരം നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഇതാകുമ്പോ ഐസ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കിടന്നത് മെൽറ്റ് ആയിക്കോളും, മെൽറ്റ് ആയി വെള്ളം ആയിക്കോളും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം. നല്ല ഇത് തണുപ്പ് അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും കഴിയും. അല്ലെങ്കിൽ ഇത് വാങ്ങിയ വാട്ടർ മില്ല് ഷേക്ക് ഉണ്ടായിരുന്നു, ആ സെറ്റ് ആയിരുന്നല്ലേ, നല്ല രസമുണ്ടായിരുന്നു. ആ ഇൻസ്റ്റന്റ് ആയിട്ട് തണുപ്പ് കിട്ടും, അപ്പൊ തന്നെ കുടിക്കും. മറ്റേതൊക്കെ ആകുമ്പോഴത്തേക്കും പണി പാളും കേസ്. കൊറേ നേരം ഇരിക്കണം. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഇട്ടിട്ട് വൈകുന്നേരം ഒക്കെ തണുത്ത് കിട്ടിയത്. മതി മതി, ഇനി കുറച്ച് വെള്ളം ഒഴി. വെള്ളം മെൽറ്റ് ആവും, വെള്ളം മെൽറ്റ് ആവും ഇതിനകത്ത് കിടന്ന്. അപ്പോൾ വേണ്ടി ഇത് ഇതിനകത്ത് കിടന്ന് മെൽറ്റ് ആയി ആ വെള്ളം കിട്ടിയാൽ മതി. വെറുതെ വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യണ്ട. നമുക്ക് ഇതിനകത്ത് സാൾട്ടും ഷുഗറും. അല്ല എനിക്ക് നീ മാത്രം സോൾട്ട് ഇട്ടോ എന്നാ ഷുഗർ ഇടാം. ഇന്നലെ നമ്മള് അമ്മ അങ്ങനത്തെ ഇവിടെ ഇരുന്ന ഷുഗർ മുഴുവൻ തീർത്ത്. നമ്മളൊരു ലൈം ഇട്ടത് ഇവിടെ, പക്ഷെ മൊത്തം തീർത്ത്. ഒരു ലോഡ് വേണ്ടി വരും കാരണം ഐസ് കുറെ ഉണ്ട്. ഞാൻ ഇന്നലെ ഈ ഒരു പാത്രം നിറച്ചായിട്ടത് വെള്ളം ഇഷ്ടം പോലെ ഇട്ട്. നാളെ ഇനി എന്തായാലും നാളെയും മറ്റന്നാള് 5-6 ദിവസത്തേക്ക് എനിക്ക് പോവണ്ട ലീവ് ആയതുകൊണ്ട് ഗൈസ് നല്ല രസമായി സൗണ്ട്. ഇപ്പൊ തന്നെ തണുത്തിട്ടുണ്ട്. മധുരാവുന്നേ ഉള്ളു. തണുപ്പുണ്ടോ? ഒടുക്കൽ തണുപ്പാണ് ഈ ഐസല്ല ഇതിനകത്ത് കിടന്നത് മനസ്സിലാണ്. കുഴപ്പമില്ല, പഞ്ചാര കിട്ടോ. മധുരമൊക്കെ ഓക്കെ ആയില്ലേ? മധുരമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളിത് എന്തായാലും ഉണ്ടാക്കിക്കൊണ്ട് എല്ലാരും പറയും രണ്ടുപേരും ഒറ്റയ്ക്ക് കുടിക്കുമായിരിക്കും, വീട്ടിലാർക്കും കൊടുക്കുന്നില്ലെന്ന്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും നമ്മൾ ഫുള്ള് തീർത്തിട്ടില്ല. ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ നാരങ്ങ ഇരിപ്പുണ്ട്, വൈകുന്നേരം അമ്മയ്ക്ക് കൂടെ കൊണ്ടുവരും. അല്ല നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇരിക്കത്തില്ല. ഓക്കെ അപ്പൊ നമ്മള് വേണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലൈം ജ്യൂസ്. നമുക്കപ്പോൾ അത് കപ്പിലേക്ക് മാറ്റാവേ. അപ്പോൾ ചോട്ട് താണ്ട വന്നപ്പോൾ 2 മുട്ട പപ്സും കൂടെ വാങ്ങിക്കൊണ്ടുവന്നു. നമ്മൾ നാരങ്ങ ഇട്ട് എന്തുവാ യൂട്യൂബും കണ്ട് നാരങ്ങയുള്ള മുട്ട പപ്സ്. ആഹാ സ്വാദിഷ്ടമായ മുട്ട പപ്സ്. ക്രഞ്ച് വെച്ചാൽ അപ്പം നമ്മുടെ നാരങ്ങ വെള്ളം ഐസിട്ട്
ഓ നല്ല തണുപ്പുണ്ട്. സത്യം പറഞ്ഞാൽ നാരങ്ങളും മുട്ട പപ്സും നല്ല കോമ്പിനേഷൻ അല്ലേ? അപ്പൊ നമ്മളിന്ന് കഴിച്ചു. കുറച്ച് ഞാൻ യൂട്യൂബൊക്കെ കണ്ടിരുന്ന്. പിന്നെ നമ്മുടെ എന്താ വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് പൊന്നു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പുമാവും പഴവും കഴിക്കുവാണ് ഗൈസ്. ഓക്കെ, ചത്തിരിക്കുകയാണ് ഗൈസ് ഉറങ്ങി. ഓക്കെ, രാത്രിയിലത്തെ ക്ഷീണം. അതെ, ഇപ്പോഴും എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ കണ്ണ് തുറന്നിരുന്നു ഉറങ്ങുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ദാണ്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഒരു ഈവനിങ് ഇതൊക്കെ ആയിട്ടുണ്ട്, ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചോട്ടും ചോക്കോയും ഭയങ്കര ഫുട്ബോൾ കളിയിലാണ് ഗൈസ്. ഞാൻ കാണിക്കാവേ. ദാണ്ട് ചോട്ടും അതും ഫുള്ള് തട്ടി മാറ്റും, ചോക്കോ അത് നിന്ന് എടുത്തുകൊണ്ട് പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം എന്നും ഇതുപോലെയാണ്. വൈകുന്നേരം നമ്മൾ അവളെ ഇറക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ഈ ഗാർഡൻസ് തന്നെ എല്ലാം ഇവിടെ സെറ്റാണ്. ഇനി അമ്മ വരാനുണ്ട്. അപ്പം അമ്മ വന്നിട്ട് നമുക്ക് റേഷൻ കടയിൽ പോകണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കൊണ്ടേ പറയുന്നുണ്ട്. നമ്മളപ്പം അതങ്ങ് മറന്നുപോയി. അപ്പം ഇന്നെന്തായാലും നമുക്ക് റേഷൻ കടയിൽ പോകണം. പിന്നെന്താണ്, ഒരു ഈവനിങ് വൈബ് സെറ്റിലേക്ക് നമ്മൾ വന്നേക്കാണ്. പിന്നെ കുറേ പേർക്ക് എന്താ പറയുന്നത്, കുറേ പേര് എൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് ഗൈസ്. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാം പറയാണ്. എൻ്റെ റിസൾട്ട് എടുത്ത് ഞാൻ എന്താണെന്നത് പറയുന്നതായിരിക്കും. പിന്നെ എന്താ, എനിക്ക് നല്ല ഉറക്കക്ഷീണം ഇപ്പോഴും ഉണ്ട്, മാറിയിട്ടില്ല. ഞാനാണെങ്കിൽ ഇന്നലെ ഒരു 3 മണി ആയപ്പോഴാണ് കിടന്നത്. അതുകൊണ്ട് എക്സാം ഹോളിൽ ചെന്നിരുന്നു. അതുപോലെ നല്ല എന്താ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നല്ല രീതിക്ക് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി. അതിനെ കാണുമ്പോൾ തന്നെ അറിയാം, ഫുള്ള് നല്ല ഉറക്കം വൈബാണ് ഗൈസ്. അതിൻ്റെ അവിടെ പോയേ ചോട്ടുമൊക്കെ അപ്പുറത്ത് പോയി ഗൈസ്, അപ്പുറത്ത് തോട്ടത്തിൽ പോയി. നിങ്ങളെന്തോ അപ്പുറത്ത് പോയേ? ഇതോ പോന്നു ഗൈസ്. നിങ്ങൾക്ക് രണ്ടും വട്ടാന്ന് തോന്നുന്നു. ഇതുങ്ങൾ 2 കൂടെ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്താന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അപ്പം നമ്മുടെ ചോട്ടും ചോക്കോയും ഈ വേലിക്ക് അപ്പുറം നിൽക്കുകയാണ്. 2 കൂടെ എന്തെങ്ങാണ്ടൊക്കെ കാണിക്കാൻ പോവാ. ഇതോ പോന്നു ഗൈസ് 2 കൂടെ. ചോക്കോനെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു തോട്ടത്തിലൊക്കെ ഇറക്കുന്നത്. സത്യം പറഞ്ഞ ഞങ്ങള് എന്തീ പോയോ, അങ്ങ് പോയി 2 കൂടെ. ഇതാ വരുന്നു ഗൈസ് ചോട്ടു. അമ്മേ, ചോട്ടും ചോക്കോട് ഓട്ടമത്സരം നടത്തുമെന്ന് തോന്നുന്നു. അയ്യോ, ചോക്ക വരുന്നതാണെമ്പോ ചിരി വരുന്നു. ചോക്ക വരുന്നതാണെമ്പോ ചിരി വരുന്നു. അപ്പോൾ ഗൈസ് നമ്മള് ചോക്കോയായിട്ടൊക്കെ കളിച്ച് ചിരിച്ച് ഇങ്ങനെയൊക്കെ നടക്കുവാണ് ഗൈസ്. അപ്പം ഒരാളിവിടെ ജോലിയിലാണ്, കാണിച്ചു തരാം. പൊന്നു എന്താണ്, മിറ്റം തൂക്കുവാണോ? കണ്ടിട്ട് തൂക്കുവാണെന്ന് തോന്നുന്നു. പാവം കൊച്ച് എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് മിറ്റമൊക്കെ അടിച്ചു മാരിക്കുകയാണ് ഗൈസ്, വാരിക്കുകയാണ്. ഇതെല്ലാം വീഡിയോക്ക് വേണ്ടി മാത്രമാണെന്ന്. ഗൈസ്
അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പൊന്നു. എന്നാ റേഷൻ കട ഗായ്സ്, നമ്മൾ റേഷൻ കടയിൽ പോകുന്നുണ്ട്. അപ്പോൾ റേഷൻ കടയിൽ പോകുന്ന ഒരു സ്റ്റില്ലെന്ന് പോലും ഷോട്ടും കൂടെ എടുക്കാം അല്ലേ? അപ്പോൾ ഗൈസ് അമ്മ ജോലി സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ടുണ്ട് ഗൈസ്, അമ്മയൊന്ന് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് പൊന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് റേഷൻ കടയിലൊക്കെ പോകാം ഗൈസ്. ഓക്കെ, അപ്പം ചോക്ക നോക്കിക്കോണം പൊന്നു. ഞാൻ പോയിട്ട് വരാം. ഓക്കേ. അപ്പോൾ നമുക്ക് നമ്മുടെ വോൾഫ് കുട്ടനെ എടുത്തോണ്ട് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ പോവാണ്. അതുകൊണ്ട് ചാക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോട്ടും ഉണ്ടേ. അപ്പോൾ നമ്മൾ മേലോട്ട് പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് വരാം ഗൈസ്. ഓക്കെ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചായ കുടിച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് ഗൈസ്. പിന്നത്തെ എക്സാം വ്ളോഗ് ഇത്ര ഉള്ളായിരുന്നു ഗൈസ്. എക്സാം കുറച്ച് എടുത്തിട്ടുള്ളു, ബാക്കിയെല്ലാം പറയാൻ പറ്റിയില്ല എനിക്ക്. എന്ന് വെച്ചാൽ പറയാൻ വേണ്ടിട്ടൊന്നുമില്ല. റിസൾട്ട് വരുമ്പോ പറയാതാ നല്ലത്. അപ്പൊ ഗൈസ് എല്ലാരും ചായ കുടിച്ച് സെറ്റ് ആയിട്ട് നമ്മൾ പോവാണ് ഗൈസ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈവ് വരാൻ ശ്രമിക്കാം. കുറെ പേര് ലൈവ് ലൈവ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ 100K ഗീവ് അവേ എല്ലാം ഉണ്ട് ഗൈസ്. അപ്പം പൊന്നിന്റെ എക്സാം വ്ളോഗ് ആയിരുന്നു ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.